ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അത്യാവശ്യപ്പെട്ട കുറച്ച് നല്ല നല്ല ടിപ്പുകളായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കല്ലേ. ആദ്യം തന്നെ ഞാനിതാ ഒരു കുക്കറിൻ്റെ വാഷറാണ് എടുത്തേക്കുന്നത്. നമ്മൾ കുക്കറിൻ്റെ വാഷറൊക്കെ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് എളുപ്പത്തിൽ കുറച്ച് ദിവസവും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഞാൻ കാണിച്ചിരുന്നത്. അതിനായിട്ട് ഞാനൊരു കുക്കറിൻ്റെ വാഷർ എടുത്തിട്ടുണ്ട്. ഇതിനെന്താ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫ്രീസറിലോട്ട് ഇതിനെ ഒന്ന് ഒരു അരമണിക്കൂറൊന്ന് വെച്ച് കൊടുക്കുക. ഇതേ രീതിയിൽ നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂസായ വാഷർ കുറച്ച് കാലവും കൂടെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് പോയാലോ. രാവിലെ നല്ല തിരക്കുള്ള സമയമായിരിക്കും. മക്കളെ സ്കൂളിൽ വിടുന്ന നേരമാകുമ്പോൾ ഒട്ടും തന്നെ നമുക്ക് സമയം ഉണ്ടാവില്ല. ഗ്യാസ് ലാഭിക്കാനും സമയം ലാഭിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഐഡിയ ആണ്. അതിനായിട്ട് ഞാനൊരു 2 മുട്ട എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം 2 മുട്ടയുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക. ഇപ്പോൾ 2 മുട്ട ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെറിയ പാത്രത്തിലെടുത്തത്. അതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് അടച്ച് വെച്ച് കൊടുത്ത് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ വേവിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ നിങ്ങൾ ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ലൊരു ഐഡിയ ആണ്. അതിനായിട്ട് ഞാൻ കുറച്ച് പരിപ്പിനായിട്ട് കുറച്ച് സവാളയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതൊന്ന് തിളച്ച് തൂവി പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കണം മുട്ടയുണ്ടല്ലോ, ഈ ഒരു പാത്രത്തിലുള്ള ഈ ഒരു മുട്ടയും കൂടെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ അടച്ച് വെച്ച് കൊടുക്കണം. അടയ്ക്കുന്നതിന് മുമ്പായിട്ട് അത് തിളച്ചൊന്നും തൂവി പോകാതിരിക്കാൻ ഈ അടപ്പിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് അതിൻ്റെ ആ ഒരു വിസിലൊക്കെ വരുന്നിടത്തൊന്ന് തേച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുത്താൽ മതിയാകും. ഒട്ടും തന്നെ തിളച്ച് തൂവി പുറത്തും പോകില്ല. കണ്ടോ, ഒട്ടും തന്നെ പുറത്ത് പോയിട്ടേ ഇല്ല. വിസിലടിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയയാണ്. മുട്ടയും പരിപ്പും എല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടുകയും ചെയ്യും. ഈ ഒരു ഐഡിയ ചെയ്താൽ മതിയാകും. പയറൊക്കെ നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഇതുപോലെ പരിപ്പൊക്കെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ എന്താണെന്ന് വെച്ചാൽ അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ തിളച്ച് തൂവിപ്പോകും. കുറഞ്ഞു പോയാൽ അത് കരിഞ്ഞു പിടിച്ചിട്ട് കുക്കർ എല്ലാം പൊട്ടിത്തെറിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം. അതിൻ്റെ ഒരു ആവശ്യത്തിന് മാത്രം നമ്മളതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ ഒഴിച്ചു കൊടുത്ത കറക്റ്റിനുള്ള വെള്ളമായിരുന്നു. കണ്ടോ, പയറും വെന്തിട്ടുണ്ട്. ഞാനിത് ആ ഒരു സ്പൂൺ കൊണ്ട് ആ ഒരു പാത്രം വെളിയിലെടുക്കുകയാണ്. പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് എടുത്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. കഴിഞ്ഞ എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് തന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ മുട്ടയുടെ അടപ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുകയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അത് പിടിക്കാൻ നല്ല ബുദ്ധിമുട്ട്. മുട്ട പൊട്ടി അത് വെറുതെ ഇല്ലാതായി പോയൊന്നുമില്ല. എളുപ്പത്തിൽ തന്നെ ഞാൻ ആ ചൂടോടുകൂടി തന്നെയാണ് ഈ ഒരു തോടും മാറ്റിയെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയയാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേവിച്ചെടുത്താൽ മതിയാകും. ആ ഒരു തോടിലൊന്നും ഒട്ടും തന്നെ മുട്ടയൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ്. ഗ്യാസും ലാഭിക്കാം, നമുക്ക് സമയവും ലാഭിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ്. കണ്ടോ, നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ മറക്കരുത്. ഒരുപാട് ഉപകാരമുള്ളതാണ്. അപ്പം ഇനി അടുത്ത ടിപ്പിലോട്ട് പോയാലോ. അതിനായിട്ട് ഞാനിതാ 2 സവാള എടുത്തിട്ടുണ്ട്. ഈ ഒരു സവാള കൊണ്ട് നമുക്ക് ചോറിൻ്റെയും ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ സവാള ഒന്ന് 2ആയിട്ട് മുറിച്ചതിന് ശേഷം നൈസായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ്. വളരെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ. ഇതേ രീതിയിൽ അരിഞ്ഞെടുക്കണം. ഒട്ടും തന്നെ നമ്മുടെ കണ്ണൊന്നും നീറാത്ത രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അതിനാണ് ഞാൻ ആ ഒരു മുകൾ ഭാഗത്തെ ഒരു സാധനം അവിടെ വെച്ചതിന് ശേഷമാണ് അരിയണത്.
അപ്പോൾ അതരിഞ്ഞ് കളഞ്ഞാൽ നമുക്ക് കണ്ണൊക്കെ നീറും. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സവാളയൊക്കെ അരിഞ്ഞെടുത്താൽ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാനും പറ്റും. കണ്ണങ്ങ് ഒട്ടും തന്നെ നീറില്ല. അതിന് ഞാൻ ഉറപ്പ് തരികയാണ് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സവാള എടുക്കുക. അപ്പോൾ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതിയാകും. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. ഈ ഒരു ഐഡിയ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ തയ്യാറാക്കിയെടുത്ത ഈ ഒരു സാലഡ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1-2 കഷ്ണത്തോളം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സവാള നമ്മൾ അല്ലാതെ കഴിക്കുമ്പോൾ നല്ലൊരു എരിവാണ് സവാള നമ്മൾ കഴിക്കുമ്പോൾ. ആ എരിവൊക്കെ ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സവാളയിലേക്ക് ഞാൻ ഐസ് ഇട്ട് കൊടുത്തത്. എന്നിട്ടൊരു 5 മിനിറ്റോളം നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിനെ ഒന്ന് വെള്ളമെല്ലാം ഒന്ന് മാറ്റി അതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഇതേപോലുള്ള ഒരു അരിപ്പയിലോട്ട് ഞാൻ ഒരു സവാള മാറ്റി വയ്ക്കുകയാണ്. അതിനകത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ വീണ്ടും ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില. അപ്പോൾ മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില ഒഴിവാക്കുന്നതാണ്. ഞാൻ കുറച്ച് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇനി ഇതിലേക്കൊരു 2 പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത്. കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങ നീരാകുമ്പോൾ അതാണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഒരു സ്പൂൺ കൊണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. എല്ലാ സൈഡിലും ആ ഒരു മുളകിൻ്റെയും വിനാഗിരിയുടെയും ഉപ്പും എല്ലാം അതിലൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു സവാളയുടെ ഒരു എരിവൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ്. അങ്ങനെ ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.